സംഭവിക്കുന്നത്. പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള പ്രധാനമായിട്ടൊരു കാര്യമുണ്ട്. നമുക്ക് എപ്പോഴും അത്യാവശ്യമുള്ള കാര്യമാണത്. ഡോക്ടർമാർ ജീവരക്ഷ സാക്ഷാൽ ദൈവങ്ങൾ തന്നെയാണ്. ദൈവം കഴിഞ്ഞാൽ പിന്നെ അവരാണ്. നമുക്കിപ്പം എന്തെങ്കിലും അത്യാഹിത സംഭവങ്ങളോ ആക്സിഡന്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ എങ്ങോട്ടോ കൊണ്ടുവല്ലേ മെഡിക്കൽ കോളേജിൽ ഉണ്ടാകും, സാധാരണ ഹോസ്പിറ്റലായിരിക്കില്ല. പക്ഷെ അവിടെ നമുക്ക് രക്ഷാമാർഗം 100% ഉറപ്പാണ്. കാര്യം, ഒരാൾക്ക് എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ച് ഒരു മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അന്നേരം കാഷ്വാലിറ്റിയിലുള്ളവരല്ല, നല്ല ഹൈ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും സർജന്മാരൊക്കെ ആയിരിക്കാം. പക്ഷേ ആ ഡോക്ടർ സാക്ഷാൽ ദൈവത്തിൻ്റെ അനുയായികളെ പോലെ തന്നെ നമ്മളോട് സമീപിക്കുകയും പ്രവർത്തിക്കുകയും നമ്മുടെ ജീവരക്ഷാ മാർഗത്തിന് അവരുടെ കഴിവിൻ്റെ പഠനത്തിൻ്റെ 100% അവർ ശ്രമിക്കുകയും ചെയ്യും. പിന്നെ ദൈവത്തിൻ്റെ കാര്യം, നമ്മുടെ ജീവരക്ഷാ മാർഗം, ആ സത്യസന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും 100% ചെയ്യുന്നതിന് ഡോക്ടർമാർ നമ്മുടെ ദൈവം തന്നെയാണ്. പഠനത്തിന്റെ വിജയത്തിലാണല്ലോ സാധാരണ മനുഷ്യരെ രക്ഷിക്കുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ചില സമയങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ ചിലർക്ക് വേണ്ടിയിട്ടും ചില സാമ്പത്തിക ഉന്നമനം നേടാൻ വേണ്ടിയിട്ടും ചില ഡോക്ടർമാർ നമ്മളെ അന്ധരായി മാറേണ്ട സാഹചര്യവും വരുന്നുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കണം. എല്ലാ ഫീൽഡിലും നല്ലവരും മോശക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോരോ സാഹചര്യത്തിൽ ഒരു മനുഷ്യന്റെ നീതി വിട്ട് കളിച്ച് പണം ഉണ്ടാക്കുന്ന ചില സമ്പ്രദായങ്ങൾ അവിടെ ഒരു പക്ഷേ എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ അതെനിക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ ഡോക്ടർമാർ നമ്മളെ ദൈവം തന്നെയാണ്, എന്നാൽ അതേ ഡോക്ടർമാർക്ക് മറ്റൊരു മുഖവും ഉണ്ട്. ഒരുപക്ഷെ ആ ഡോക്ടർമാരായിരിക്കില്ല, അവർ ഏത് രീതിയിൽ പാസ്സായി വന്നിട്ടുള്ളവരാണെന്ന് നമുക്കറിയില്ല. അത് നമ്മൾ അന്ധകരായി മാറും. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില സാമ്പത്തിക മാർഗത്തിലോ ഏതെങ്കിലും ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടത്തെ കാലങ്ങളിൽ ഈ ജീവരക്ഷാ മാർഗങ്ങളും സർജറി വിഭാഗങ്ങളൊക്കെ പഠിച്ചിരുന്നത് കുരങ്ങന്മാരിലും എലിയിലും മാക്രിയിലും ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് അത് ഇടത്തരക്കാരായിട്ടും അതിൽ താഴെയുള്ള പാവം മനുഷ്യരെയാണ് ഈ MBBS പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് റുപ്യ കൈക്കൂലി വാങ്ങിക്കൊണ്ട് പാവങ്ങളെ പഠിക്കാൻ സർജറിക്കും അനുവദിക്കുന്നത്. അത്തരത്തിൽപ്പെടുന്ന പലരുടെ വിധങ്ങളും ആവത്തുകളും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകാം. പല എക്യുപ്മെൻസുകളും, കത്രിക, സൂചി, അങ്ങനെയൊക്കെയുള്ള പല പല അപായങ്ങളും സംഭവിക്കുന്നതും നമ്മൾ വായിച്ചും കേട്ടിട്ടും അനുഭവമുള്ളവർ ഒരുപാട് പേരുണ്ട്. ഇടത്തേക്കേക്ക് വരം, വലത്തേക്കേക്ക് വരം, നാക്ക്, കാല്, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വിദഗ്ധ ഡോക്ടർമാരിൽ സംഭവിക്കുന്നതല്ല. അവർ പഠിക്കാൻ മറ്റുള്ള കുട്ടികളെ MBBS സർജറിക്ക് പ്രോത്സാഹിപ്പിക്കുന്ന മാർഗത്തിൽ പെട്ടുപോകുമ്പോൾ ലക്ഷങ്ങളുടെ മുഖത്തിൽ പെട്ടുപോകുന്ന ചില അപായങ്ങളാണ്. അപ്പോൾ ചോദിക്കാനും പറയാനും ഏത് ഭരണകൂടങ്ങളായാലും അവരും ഇതിന് ചോദിക്കാൻ തയ്യാറില്ല. കാര്യം, ഡോക്ടർമാർക്ക് നിൽക്കുവാൻ പല മാർഗ്ഗങ്ങൾ അവർ സ്വയം കണ്ടെത്തും. പിന്നീട് 3 ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ ഓപ്പറേഷൻ ഡേറ്റും ടൈമും ഫിക്സ് ചെയ്തു. ഡോക്ടർ പുറത്തുനിന്ന് മരുന്ന് വാങ്ങാനായിട്ട് ഒരു ലിസ്റ്റ് എഴുതി തന്നു. അങ്ങനെ 10,000 രൂപയ്ക്ക് അടുത്തോളമുള്ള മരുന്ന് വാങ്ങി ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ തൊട്ട് അടുത്തുള്ള എല്ലാവരും ക്യാമ്പ് ചെയ്യുന്ന ഒരു റെസ്റ്റ് റൂമുണ്ട്. അങ്ങനെ ആ റൂമിലേക്ക് ചെന്നു. എന്നാൽ 57 പേര് അന്ന് ഓപ്പറേഷൻ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. രാവിലെ 5 മണിക്ക് ശേഷം എല്ലാവരും തയ്യാറായിരുന്നു. എന്നാൽ ഇതിൽ അടുത്തടുത്ത് നമ്പറുള്ള ഏകദേശം ഒരു 10-35 പേരും കാഴ്ചയിൽ മനസ്സിലാകുന്ന നല്ല VIPs, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, നല്ല പിടിപാടും ബന്ധങ്ങളൊക്കെ ഉള്ളതാണെന്നാണ്. പക്ഷേ അതിൽ ഏറ്റവും ലാസ്റ്റ് നമ്പർ, അതായത് ഒരു 10-15 നമ്പറിലുള്ളത് എന്നെ പോലുള്ള പാവങ്ങളും അതിനെക്കാട്ടി കഷ്ടത്തിലുള്ള പിശക്കാരെ പോലുള്ളവരൊക്കെയാണ്, നിവൃത്തിയില്ലാത്തവരായിരിക്കാം എന്ന് കാഴ്ചയിൽ മനസ്സിലാവുന്നു. അങ്ങനെ ആദ്യം പോയവരെല്ലാം ഓപ്പറേഷൻ ചെയ്ത് പെട്ടെന്നൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടാകണം, നമ്മൾ കാണുന്നില്ല. എന്നാൽ പിന്നീട് അവസാനത്തെ ഈ നമ്പറിലാണ് എന്നെയും വിളിക്കുന്നത്. അത് എൻ്റെ നമ്പർ 49 ആകെ 57 പേരാണ്. അങ്ങനെ 49ാമത്തെ നമ്പറിൽ എന്നെ വിളിച്ചു. ഞാൻ അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ചെല്ലുമ്പം ഈ ചില മീൻ മാർക്കറ്റിൽ പല പല സെക്ഷനായിട്ട് ഇങ്ങനെ മീൻ കച്ചവടം ഉണ്ടല്ലോ, അങ്ങനെ ഒരുപാട് സ്ട്രക്ചറുകൾ കിടപ്പുണ്ട്, ഈ സ്റ്റീലിൻ്റെ സ്ട്രക്ചറുകൾ. അതിൽ മിക്ക എല്ലാത്തിലും വൃത്തിയാകാത്ത ചലങ്ങളും രക്തങ്ങളും അങ്ങനെയൊക്കെ വൃത്തിയാക്കാത്ത മാതൃകയിലാണ്. അതിൽ ഇടത്ത് ഭാഗത്തായിട്ടുള്ള ഒരു സ്ട്രക്ചറിൽ എന്നെ 3-4 ഡോക്ടർമാർ കൊണ്ട് ചെന്നിട്ട് കയറി കിടക്കാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചപ്പോൾ ക്ലീൻ ചെയ്ത് തരുമെന്ന്. ഒന്നുമില്ല, അങ്ങനെ കയറി കിടക്കാൻ മടിയുണ്ടായിരുന്നു അതിലൊക്കെ. എന്നാൽ തന്നെയും ഡോക്ടർമാർ പറയുന്നില്ലേ, അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവർ പറഞ്ഞ പ്രകാരം വസ്ത്രമെല്ലാം മാറ്റി അങ്ങനെ കയറി കിടന്നു. പിന്നെ അവർ അനസ്തേഷ്യയായും പിന്നെ പഠനവുമാണ് ഞാൻ കാണുന്നത്.
പഠനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സംശയങ്ങൾ ബുക്ക് നോക്കി ചോദിക്കുക, പറയുക, മാക്രിയും കുരങ്ങനെയൊക്കെ ഓപ്പറേഷൻ ചെയ്യുന്ന മാതൃകയിൽ അവർ ഓരോന്ന് കണ്ടെത്തുക. എന്നെ അനസ്തേഷൻ ചെയ്തിട്ടേക്കുന്നതിൽ ഉള്ളിൽ എനിക്ക് ഓർമ്മയുണ്ട്. ഈ ഓർമ്മയിൽ ഞാൻ അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ എൻ്റെ കഴിഞ്ഞ ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്പറേഷൻ ബീച്ച് ഹോസ്പിറ്റലിൽ 10 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർത്തതാണെങ്കിൽ ഇവിടെ 1.5 മണിക്കൂറിനിടയ്ക്ക് എൻ്റെ ഓപ്പറേഷൻ ചെയ്ത് തീർക്കാൻ കഴിയാത്ത വിധത്തിൽ 3 പ്രാവശ്യം അവർ അനസ്തേഷ്യ എടുത്തു. ഓരോ പഠനങ്ങളും പൂർത്തിയാകാതെ വന്നപ്പോൾ അവസാനം എൻ്റെ യൂറിൻ നരമ്പ് വരെ അവർ പിടിച്ച് കെട്ടി എന്ന് എനിക്ക് തന്നെ തോന്നി. കാര്യം എന്ന് പറഞ്ഞാൽ മൂത്രമൊഴിക്കുന്ന ഭാഗത്ത് വലിയ വേദന തോന്നി, കടച്ചിൽ തോന്നിയപ്പം. എന്നാൽ ഞാനത് പറഞ്ഞപ്പോൾ കാര്യം എൻ്റെ അനസ്തേഷ്യയുടെ ബോധങ്ങളെല്ലാം മാറി, ബോധം തെളിഞ്ഞു വന്നപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ ഈ പഠിക്കുന്ന ഡോക്ടർ കുട്ടികൾ ചോദിച്ചത് നിങ്ങൾ പണ്ട് ഡോക്ടറായിരുന്നു എന്നാണ്. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്കെന്തോ വല്ലാത്ത വേദനകളും പ്രശ്നങ്ങളും പിന്നെ ഓപ്പറേഷൻ ടൈമിൻ്റെ ദീർഘവും ഒരു 1.5-2 മണിക്കൂറിനടുത്തോളമായി. എനിക്കൊരു അനുഭവം ഉള്ളതില്ലേ, 10 മിനിറ്റ് കൊണ്ട് സുഖകരമായിട്ട് തീർന്ന ഓപ്പറേഷന് ഇത്രയധികം ടൈം പിടിക്കുമ്പോൾ ആർക്കാരും വിഷമം വരുമല്ലോ. അതേ വിഷമത്തിൻ്റെ ഒരു പിന്നെ എന്നെ കൊല്ലുന്നെങ്കിൽ അങ്ങ് കൊന്നോട്ടെ, മരിക്കാനുള്ള തയ്യാറാണെന്നുള്ള നിലയിൽ കൂടെ. കാര്യം ഇതിനെ അത്രയ്ക്കും കഠിനമായ വേദനയാനെ കൊണ്ട് എന്നെ ഇതിനു വേണ്ടിയിട്ട് പഠിക്കാൻ വിട്ടുകൊടുത്ത ഡോക്ടറെ ഞാൻ ശരിക്കും എൻ്റെ മനസ്സാൽ ഒച്ചത്തിലാണെന്ന് തോന്നുന്നു, ചീത്ത പറഞ്ഞതായിട്ട് തോന്നുന്നു. അങ്ങനെ അതിനുശേഷം എന്തൊക്കെയാണെന്ന് അറിയില്ല, പെട്ടെന്ന് അവരെന്നെ എങ്ങനെയൊക്കെയോ കുട്ടി കെട്ടി പുറത്ത് വിട്ടു. സ്ട്രെച്ചറിൽ പുറത്ത് തള്ളിക്കൊണ്ടുവരുന്ന സമയത്ത് എന്നെ തള്ളിക്കൊണ്ടുവരുന്ന ആൾക്ക് ഒരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോൾ വന്ന സമയത്ത് അയാൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ തൊട്ടിപ്പുറം തന്നെയാണ് മോർച്ചറിയുടെ ഒരു ചെറിയ ഇടുക്ക് റൂമിൻ്റെ ഉള്ളിലോട്ട് എന്നെ കൊണ്ട് തള്ളി നിർത്തിയിട്ട് അയാൾ ഫോണിൽ എന്നിൽ നിന്ന് മാറി നിന്നിട്ട് എന്തൊക്കെയോ സംസാരിച്ചിട്ട് കുറച്ച് വെയിറ്റ് ചെയ്തു. അപ്പോൾ പുറത്തെന്തോ പ്രശ്നമുള്ളതായിട്ടൊക്കെ തോന്നുന്നുണ്ട്. കാര്യം എനിക്ക് മുമ്പേ ഓപ്പറേഷനിൽ കൊണ്ടുപോയ എല്ലാവരും ഇറക്കി കഴിഞ്ഞ്, എന്നിട്ട് എന്നെ കാണുന്നില്ലല്ലോ എന്നുള്ള നിലയിൽ കൂടെ എൻ്റെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരും, ആ കൂട്ടത്തിൽ മുക്കൻ നാസർ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രമുഖനാണ് അദ്ദേഹം, കാഴ്ചയിൽ നല്ല ഗംഭീരമാണ്. അദ്ദേഹവും വന്ന് അങ്ങനെ ബഹളം ഉണ്ടാക്കിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ വെള്ള കുപ്പായത്തിൻ്റെയും ഒരു ഗാംഭീര്യത്തിൻ്റെയും പുറത്തായിരിക്കാം ആ മോർച്ചറിയുടെ അകത്ത് കയറ്റാതെ എന്നെ പുറത്തോട്ടിറക്കി വീണ്ടും തള്ളി പുറത്തുകൊണ്ട് വിട്ടെന്നെ വാർഡിൽ കൊണ്ട് കൊടുത്തതിന് ശേഷം എനിക്ക് ബോധമില്ല, എന്തൊക്കെയോ വേദന കൊണ്ട് മരവിച്ച് ധരിച്ചുപോയി. ഇടയ്ക്ക് എന്നെ പഠിച്ച ഈ കുട്ടികൾ തന്നെ, ഡോക്ടർ കുട്ടികൾ തന്നെ വന്ന് ചോദിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്തോ പറഞ്ഞ് പിന്നെ അവരെന്തോ ഒരു പരീക്ഷണത്തിന് എനിക്ക് പേടിയായി, ഇനി എന്നെ തിയേറ്ററിൽ കയറ്റിയാൽ കൊന്നുകളയും എന്നെനിക്ക് പേടിയായതിനെ കൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല, സുഖം തന്നെ എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് പാതിരാത്രി ആയ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയെങ്കിലും മൂത്രമൊഴിക്കണമെന്നുള്ളൊരു ശ്രമത്തിൽ പോയി. എന്നാൽ എങ്ങനെയാണെന്നറിയില്ല, എന്ത് സംഭവിച്ചെന്നറിയില്ല. അങ്ങനെ എന്തായാലും ഞാൻ മൂത്രമൊഴിച്ചുകൊണ്ട് എനിക്കെന്നെ ഓർമ്മയില്ല. ഞാൻ തിരിച്ചു വന്ന് വീണ്ടും സ്ട്രെച്ചറിൽ അവിടെ കിടന്നു. നേരം പുലരാനാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവിടെ നിന്ന് എൻ്റെ കൂടെ ഉള്ളവർ പോലും കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് എന്നെ കൊന്നുകളെ, എനിക്ക് പുറത്ത് പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ അവരനുവദിച്ച് കൂടെ ഉള്ളവർക്കും അനുവദിക്കാൻ പറ്റാത്ത രീതിയിൽ നേരം പുലരുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയെങ്കിലും ഒരു പുതപ്പൊക്കെ ചൂടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നടക്കാൻ വയ്യ, കുനിഞ്ഞ് നടക്കുന്ന കാര്യം മൂത്രാശയം സംബന്ധമായിട്ടുള്ള എനിക്ക് നിൽക്കാൻ വയ്യാത്തൊരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് പിന്നെ ഞാൻ എൻ്റെ കൂടെ നിന്ന് ഒരാളെൻ്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് നേരെ ബീച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിയ ടൈം അവിടുത്തെ ഡോക്ടർ വന്ന് ട്രീറ്റ്മെൻറ്റിന് തുടങ്ങുന്ന ഒരു ടൈമാണ്. മണി 6:30-7 മണിയൊക്കെ ആയിട്ടുള്ള എന്തോ എമർജൻസി ഓപ്പറേഷത്തിന് അയാൾ വന്നാണെന്ന് തോന്നുന്നു. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് കണ്ട് കാര്യം പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്നെ പെട്ടെന്ന് ഈ മുറിവൊക്കെ കിട്ടുന്ന റൂമിലേക്ക് പെട്ടെന്ന് കയറ്റി. അങ്ങനെ ഒരു 2-3-4 മിനിറ്റ് കൊണ്ട് എന്നെ അനുശേഷനോ മരവിപ്പിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം അതിനെക്കാട്ടി വേദന എൻ്റെ ശരീരത്തിൽ ഓൾറെഡി ഉണ്ട്. അങ്ങനെ മരവിച്ച് ആ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ അദ്ദേഹം 1-2 തൈൽ അഴിക്കുകയോ കെട്ടുകയോ എന്തോ ചെയ്ത് അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടുത്തെ വാർഡിലേക്ക് മാറ്റി. അങ്ങനെ പുതിയതായിട്ട് എന്തൊക്കെയോ റിക്കാർഡൊക്കെ എഴുതിയുണ്ടാക്കി. അങ്ങനെ ഇതൊരു കൈ അബദ്ധമാണ്, പക്ഷേ ഇതിന് കംപ്ലയിൻറ്റിൻ്റെ കാര്യത്തിൽ സംസാരിച്ചപ്പോൾ ഡോക്ടർ പിന്നെ അത് വേണ്ടാന്നുള്ള നിലയിൽ കൂടെയൊക്കെ ആയി. അങ്ങനെ 2-3 ദിവസം കൊണ്ട് അവിടെ കിടത്തി ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്തി. 3 ദിവസം കൊണ്ട് ഞാൻ സുഖമായിട്ട് അവിടെ നിന്ന് ബീച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി പോയിരുന്നു. അന്ന് തന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ പേര് പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല, വിനോദ് കുമാർ എന്ന് പറയുന്ന ഒരു ഡോക്ടറായിരുന്നു. അന്ന് ആത്മാർത്ഥമായിട്ട് എന്നെ രക്ഷിച്ചതും ആദ്യത്തെ ഓപ്പറേഷൻ 10 മിനിറ്റ് കൊണ്ട് നിർവഹിച്ച് സന്തോഷമായിട്ട് ഡിസ്ചാർജ് ആക്കിയതും. പിന്നീട് 2-3 വർഷത്തിനിടയ്ക്കാണ് എൻ്റെ അടുത്ത സൈഡിലെ ഓപ്പറേഷൻ വന്നപ്പോൾ ഡോക്ടർക്ക് അവിടെ സീറ്റ് എനിക്ക് തരാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് എന്നെ റെക്കമെൻഡ് ചെയ്ത് കോഴിക്കോട്ടേക്ക് വിട്ട് ഞാൻ ഇങ്ങനൊരു മരണാവസ്ഥയിൽ നിന്നുമാണ് രക്ഷപ്പെട്ടെന്ന് എല്ലാവരും മനസ്സിലാക്കുക. അതുകൊണ്ട് സാധുക്കളായ നമ്മൾ ഓപ്പറേഷന് പോകുമ്പോൾ ഈ ഗവൺമെൻറ് ഡോക്ടർമാരെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഇല്ലായെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കെട്ടിവെച്ചും കമ്മീഷൻ കൊടുത്തും MBBS ഡോക്ടർമാരും സർജറി ആകാൻ പഠിക്കാൻ നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിദഗ്ധ ഡോക്ടർമാർ നമ്മളെ കുരങ്ങന്മാർക്കും മാക്രിക്കും പകരമായി പഠിക്കുവാൻ പാവങ്ങളായ നമ്മളെ ഈ വിദഗ്ധ ഡോക്ടർമാർ സർജറി പഠിക്കുവാൻ നിൽക്കുന്ന കുട്ടികൾക്ക് വിട്ടുകൊടുക്കും. ജീവൻ നഷ്ടപ്പെട്ടാലും ഒരു കോടതിക്കും തർക്കിച്ച് ജയിക്കാൻ കഴിയാത്ത വിധം ഡോക്ടർമാർ കൈയൊഴിയുകയും ചെയ്യും. പിന്നെ കുട്ടികൾക്ക് നമ്മളെ മാക്രിയും കുരങ്ങിനെ പോലെ പഠിപ്പിക്കാൻ കൊടുക്കാത്ത വിധത്തിൽ ശരിയായ രീതിയിൽ ഉള്ള ഡോക്ടർമാർ തന്നെ നമ്മളെ സർജറി നിർവഹിച്ച് നന്നാക്കി ജീവൻ രക്ഷപ്പെടുത്തി ഇറങ്ങണമെങ്കിൽ ഓപ്പറേഷൻ ഫിക്സ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം തന്നെ നമ്മൾ
ഡോക്ടറെ കണ്ട് 5,000 10,000 അല്ലെങ്കിൽ 25,000 എത്ര ഓരോരുത്തരുടെ കഴിവനുസരിച്ച് കൊടുക്കുകയും വേണം. മാത്രമല്ല രാഷ്ട്രീയ ഡ്രസ്സും വിധാനവും ഗാംഭീര്യതയുള്ള ഒരു 3-4 പേരെങ്കിലും നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ വലിയ രീതിയിൽ നമുക്ക് അപകടമില്ലാതെ രക്ഷപ്പെടുവാനുള്ള ഒരു ശ്രദ്ധ അവർക്കുണ്ടാകും എന്ന് നാം മനസ്സിലാക്കണം. പാവങ്ങൾ തീർച്ചയായും മനസ്സിലാക്കുക. എന്നാൽ ഞാനീ പറഞ്ഞ പരാതികളൊന്നും അത്യാഹിത വിഭാഗത്തിൽ ചതഞ്ഞു വാരിക്കൊണ്ടു ചെല്ലുന്ന ജീവനുകളെ അല്പമെങ്കിലും ചലനമുണ്ടെങ്കിൽ അവയൊക്കെ രക്ഷപ്പെടുത്തുവാൻ മെഡിക്കൽ കോളേജ് പോലുള്ള ഒരു സ്ഥാപനമല്ലാതെ മറ്റൊരു സ്ഥാപനത്തിനും കഴിഞ്ഞു എന്ന് വരില്ല. അത്രയ്ക്ക് ദൈവിക തുല്യരായ ഡോക്ടർമാരും വിദഗ്ധരുടനാണ് കാഷ്വാലിറ്റിയിൽ അപ്പോഴുണ്ടാകുന്നത്. അത് പിശക്കാരനാണോ രാഷ്ട്രീയ പ്രമുഖനാണോ വലിയ സമ്പന്നനാണോ എന്നൊന്നും മനസ്സിലാക്കത്തില്ല. അതൊക്കെ വാർഡിൽ ചെന്നതിന് ശേഷം മനസ്സിലാക്കൂ. പിന്നീട് ആ സമയത്തിന് ശേഷം പിന്നെ പരീക്ഷണങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാതെ നമ്മളൊരു ഓപ്പറേഷൻ പോലുള്ളൊരു അസുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇല്ലായ്മകളും പാവങ്ങളാണ് കഷ്ടപ്പാടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അവരിൽ നിന്ന് ദേ കിട്ടുമെന്ന് ഒരു കാരണവശാലും വിചാരിക്കരുത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വന്ന പാവങ്ങളായി നമ്മളെ പഠിക്കുന്ന കുട്ടികളുടെ എക്യുപ്മെൻസുകളായ കത്രികയോ അല്ലെങ്കിൽ വേസ്റ്റുകളോ നൂലുകളോ ഒക്കെ നമ്മളെ വയറ്റിൽ കിടന്നിട്ട് 3-4 വർഷം കഴിഞ്ഞിട്ട് പിന്നീട് അത് സീരിയസ് ആയിട്ട് മരിക്കുകയോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതൊക്കെ വരും. അതൊക്കെ നമ്മൾ ഒരുപാട് വായിച്ചാണല്ലോ. ഇടത്തെ കാലിന് പകരം വലത്തേക്ക്, ഈ നാക്കിന് പകരം കൈ, കാല്, ഇങ്ങനെയൊക്കെ പല തെറ്റായ ഓപ്പറേഷൻ വിധികളും കാര്യങ്ങളൊക്കെ പല ഡോക്ടർമാരിൽ നിന്നും സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒറിജിനൽ ഡോക്ടർമാരിൽ നിന്നും സംഭവിക്കുന്നതല്ല. അവർ സാമ്പത്തിക മോഹം ലക്ഷങ്ങൾ മോഹിച്ച് മറ്റു കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന അപാകത, അതിന് സപ്പോർട്ടായിട്ട് തീർച്ചയായിട്ടും വിദഗ്ധ ഡോക്ടർമാർ സൈഡിൽ സപ്പോർട്ട് നിന്നേ പറ്റൂ. കാര്യം മിക്കവാറും ഡോക്ടർമാരുടെ കുട്ടികളൊക്കെ തന്നെയാണല്ലോ ഡോക്ടർമാരായി മാറുന്നത്. അവർക്ക് കൈയൊഴിയാൻ പറ്റില്ല. പരമാവധി അവർ ആ സൈഡിൽ സപ്പോർട്ട് ചെയ്ത് പാവങ്ങളെ വെളിയേടാക്കുന്ന സംഭവങ്ങൾ അനവധി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, കരുതൽ വേണം എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.